പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് NIS പഠിക്കാനുള്ള 7ാമത്തെ പാഠത്തിന്റെ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്തതിന്റെ ബാക്കി ഭാഗം 2ാം പാർട്ട് 2 ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, NIS പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ബൈഫർക്കേഷന് ശേഷം നമ്മുടെ സിലബസിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് പരീക്ഷ ഓറിയന്റഡ് ആയിരിക്കുന്ന ഭാഗം സസൂക്ഷ്മം നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ് നല്ലപോലെ ശ്രദ്ധിച്ചതിന് ശേഷമേ നമുക്ക് അതിലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാവൂ എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. കാരണം വെച്ചാൽ പരീക്ഷയ്ക്ക് വരാവുന്ന പാഠങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല മാർക്കോട് കൂടി NIS പാസ്സാവാൻ പറ്റും. പിന്നെ നമ്മുടെ PVN ഗ്ലോബൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വ്യാഖ്യാനിച്ചിരുന്നുണ്ട്. കേരളത്തിലങ്ങോളം ഇങ്ങുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇതൊരു റീഡിംഗ് പാസേജ് ആയതുകൊണ്ട് അത്ര തന്നെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് ആ ഒരു പാസേജ് ഇത് സാധാരണഗതിയിൽ കുട്ടികൾ സ്വയമേവ വായിച്ച് പഠിച്ച് അവർ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം, പാസേജ് തന്നു അതിന്റെ അടിയിലുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന ടൈപ്പ് ചോദ്യമാണ്. നമുക്ക് ഒത്തിരി റീഡിംഗ് പാസേജുകൾ കുറെ വേറെയും കുറച്ച് പാഠങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ റീഡിംഗ് പാസേജ് ലേസം ലാംഗ്വേജ് കുറച്ച് കട്ടിയായതുകൊണ്ട് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത്. മറ്റു കുട്ടികൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്ന, അതുപോലെ നമുക്ക് പരീക്ഷയ്ക്ക് പുറത്തുനിന്ന് ചിലപ്പോൾ റീഡിംഗ് പാസേജ് വന്നു വരും. ഇത് നമുക്ക് പാഠമായിട്ട് ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ഭാഗത്തില് നമ്മുടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 53ാമത്തെ പേജില് ഫസ്റ്റ് പാരഗ്രാഫ് ആണ് വീണ്ടും തുടരുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ ഗുഡ് ബ്രെയിൻ. ഗുഡ് മെമ്മറി, നല്ല ഓർമ്മ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, ആശ്രയിച്ചിരിക്കുന്നത് ഓൺ ഗുഡ് ബ്രെയിൻ, നല്ല ബ്രെയിനിലാണ് അല്ലെ. നമുക്ക് നല്ല ബ്രെയിൻ വേണമെങ്കിൽ നല്ല ബ്രെയിൻ ഉണ്ടെങ്കിലേ നല്ല ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോ ബ്രെയിൻ എപ്പോഴും സൂക്ഷ്മമായിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിക്കലക്ഷൻസ് അഥവാ ഓർമ്മകൾ ഉണ്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നിങ്ങൾ എടുക്കുന്നത് നന്നായി വായിച്ചു നോക്കണം. അതുപോലെ ദ ബ്രെയിൻ നീഡ്, അപ്പൊ അങ്ങനെയുള്ള ബ്രെയിൻ എന്താണ് ആവശ്യം? ദ ബ്രെയിൻ നീഡ്, തലച്ചോറ് ആവശ്യപ്പെടുന്നു എന്ത്? ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ. ധാരാളം നല്ല ഓക്സിജൻ ബ്രെയിനിൽ എത്തിച്ചേർന്നാലേ നല്ല മെമ്മറിയും കാര്യങ്ങളും ഒക്കെ. ഇതിനാണ് യോഗാക്രമങ്ങളൊക്കെ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത് അല്ലെ. പ്രാണായാമത്തിലൂടെ നമുക്ക് ഓക്സിജൻ, അതായത് ബ്ലഡിൽ മാക്സിമം ഓക്സിജൻ ഉണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് ബ്ലഡ് ആയി മാറുള്ളൂ. അല്ലെങ്കിൽ കോട്ടാവിയൊക്കെ ഇട്ട് ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നില്ലേ. കാരണം പ്രാണായാമം ചെയ്യുന്നതോടുകൂടി ഈ ഹേർട്ട് നമ്മളെ രക്തം പമ്പ് ചെയ്തിട്ട് ലങ്സിലേക്ക് വെക്കും, ശ്വാസകോശത്തിലേക്ക്. ലങ്സില് നമ്മള് മൂക്കിലൂടെ കയറി വരുന്ന ഓക്സിജൻ ബ്ലണ്ടഡ് ആയിട്ട് അത് കയറി മറ്റ് ധമനിയിലൂടെ വന്ന് എല്ലാ കോശങ്ങളുടെയും കറങ്ങി തിരിച്ച് വീണ്ടും അശുദ്ധ രക്തം നമ്മുടെ ഹേർട്ടിലേക്ക് വരുന്നു, വീണ്ടും ശുദ്ധര. അപ്പൊ ഇതിനെ നമുക്ക് ഒരുപാട് ഓക്സിജൻ ഉള്ളത്. മാത്രമല്ല ഓക്സിജൻ സപ്ലൈ ഉള്ള ബ്ലഡ് നല്ല പ്രതിരോധ ശക്തിയുള്ളതാണ്. അപ്പൊ നമ്മുടെ നല്ല ബ്രെയിൻ നമുക്ക് നന്നായി ഓക്സിജൻ വേണം. പിന്നെന്തൊക്കെ വേണം എന്നാ പറയുന്നത്? ഗ്ലൂക്കോസ് വേണം, കാൽസ്യം വേണം, ഫോസ്ഫറസ് വേണം അല്ലേ, അതുപോലെ അയൺ. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൊണ്ടാണ് നമുക്ക് പല അസുഖങ്ങളും വരുന്നത്. ഡോക്ടർ തരുന്ന ചീട്ടിൽ നമുക്ക് അയണിന്റെ ഗുളികയും അതുപോലെ കാൽസ്യത്തിന്റെ ഗുളികയൊക്കെ തരാനുള്ള മുഖ്യ കാരണം അതിന്റെ ലാക്കിംഗ് കമ്മി ഉണ്ടായത് കൊണ്ടാണ്. മനസ്സിലായല്ലോ? അതാണ് പറയുന്നത്. സോ അതുകൊണ്ട് മേക്ക് ഷുവർ, നിങ്ങൾ ഉറപ്പിക്കണം, തറപ്പിക്കണം എന്ത്? മേക്ക് ഷുവർ യു സിറ്റ്, നിങ്ങൾ ഇരിക്കണം പഠിക്കാനിരിക്കുമ്പോൾ ഇൻ എ വെൽ വെന്റിലേറ്റഡ് ആയ റൂമിൽ ഇരിക്കണം. നല്ല ഊർജ്ജ പ്രവാഹമുള്ളതും അതുപോലെ വായു പ്രവാഹവുമുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനും മറ്റൊക്കെ തിരഞ്ഞെടുക്കാൻ. വെന്റിലേറ്റഡ് ആയ ഒരു ശ്വാസം മുട്ടുന്ന റൂമിൽ നമുക്ക് പഠിക്കാനും തോന്നുകയല്ല അല്ലെ. വെന്റിലേറ്റഡ് പ്ലേസ് വേണം വെൻ സ്റ്റഡി, പഠിക്കാനിരിക്കുമ്പോൾ നന്നായി വായുപ്രവാഹമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ. അപ്പൊ ഇതൊക്കെ ഒരു വിദ്യാർത്ഥി പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ പാസേജിൽ പറയുന്നത്. പിന്നെ അപ്പൊ നല്ല വായു നമ്മുടെ പിന്നെ ശരീരത്തിൽ ഉൾക്കൊള്ളണം. പിന്നെ യുവർ ഡയറ്റ് എന്താ? ഭക്ഷണം ഷുഡ് ഇൻക്ലൂഡ്, നിങ്ങൾ ഭക്ഷണത്തിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഇന്നിപ്പോ ഏറ്റവും കോംപ്ലിക്കേഷൻ ആണ് ഭക്ഷണം. ഈ അതിയായ ഭക്ഷണം കഴിച്ചാൽ അതും അസുഖവും, വേണ്ടത്ര രീതി കഴിച്ചിട്ടില്ലെങ്കിൽ അതും അസുഖം. അപ്പം ഡയറ്റ്, ഡയറ്റ് ഷുഡ് ഇൻക്ലൂഡ് എന്ന് ഉൾക്കൊള്ളണം. എന്തൊക്കെ? നിങ്ങളുടെ ഭക്ഷണത്തിൽ മിൽക്ക് വേണം, വേണ്ടേ? ചീസ്, വെണ്ണ വേണം. അപ്പോൾ ഭക്ഷണത്തിൽ ചീസ് വേണം. പിന്നെ വാൾനട്ട്, പിന്നെ നട്ടുകൾ, അണ്ടിപ്പരിപ്പ് മുതലായ അതാണല്ലോ പരിപ്പ് വർഗ്ഗങ്ങൾ നമുക്ക് ധാരാളം വേണം. പിന്നെ വീറ്റ് ജോം, നമ്മളെ ഈ ഗോതമ്പ്, അത് ഗ്രീൻ ലീഫി, പച്ച ചീര മുതലായ ലീഫി ഇലകൾ വേണം. ചിലർക്ക് പച്ചക്കറി കണ്ണിൻ്റെ കണ്ടുകൂടാ, പക്ഷെ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കണം. പിന്നെ റാഗി, നിങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ചോളാണ്ടി എന്താ പറയുന്നത്. ആൻഡ് ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കാരക്ക. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായി പെടുത്തിയാൽ നിങ്ങൾക്ക് മുടിയൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ മുടി കൊഴിയുക എന്നൊക്കെ അസുഖമുണ്ട്. അതിന്റെ മുഖ്യ കാരണം
വേണ്ടത്ര പ്രോട്ടീന്, വൈറ്റമിൻ ഡി ഒന്നും ഇല്ലെങ്കിൽ മുടിയെല്ലാം കൊഴിഞ്ഞു പോകും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ. അപ്പൊ നമ്മളൊരു സ്റ്റുഡൻ്റായി പ്രവർത്തിക്കുമ്പോൾ പ്രാണായാമം മുതലായ യോഗക്രമങ്ങളൊക്കെ ചെയ്ത് നല്ല വായു നമുക്ക് വേണം. പിന്നെ ഡു നോട്ട് ഫോർഗെറ്റ്, പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് എഴുതാൻ മറക്കരുത്, ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ്. അല്ലെ, പ്രഭാത ഭക്ഷണം ആണ് റോയൽ ഫുഡ് എന്ന് പറയുന്നത്. നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഗംഗേമമായി കഴിക്കേണ്ട പ്രഭാത ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വിളിക്കാറ് എന്താ, ബ്രെയിൻ ഫുഡാണ്. നമ്മുടെ തലച്ചോറ് നേരിട്ട് കൊടുക്കുന്ന ഫുഡാണ്. ഈ രാത്രി സമയത്ത് കട്ടിയുള്ള ആഹാരം ഒന്നും കഴിച്ച് കിടക്കരുത്. കാരണം നമ്മൾ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ദഹന പ്രക്രിയ സ്മൂത്ത് ആയിട്ട് നടക്കില്ല. മനസ്സിലായല്ലോ, അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അല്ലെ. ഇനി പിന്നെ ഫാറ്റി മീൽസ് എന്നറിയില്ലേ, കട്ടിയുള്ള ഭക്ഷണങ്ങൾ, ഇറച്ചി, മീന്, ഷുഗർ ആൻഡ് അമ്ളം കൂടെ നമ്മൾ ആസിഡുകൾ ടേക്സ് എവേ, എടുത്തു കളയും. എന്ത്, കാൽസ്യം ഫ്രം ദ സിസ്റ്റം. നമുക്കൊരു ദഹന പ്രക്രിയയ്ക്ക് ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ട്. അതിൽ നിന്ന് ഈ ഫാറ്റി മീൽസ് കഴിച്ചാൽ ആ ദഹന പ്രക്രിയയിൽ നിന്ന് അതെല്ലാം എടുത്ത് കളയാൻ സാധ്യതയുണ്ട്. പിന്നെ ഡയറ്റ് എന്ന് പറയുന്നത് റിച്ച് ഇൻ ഫൈബർ ആയിരിക്കണം. നാര് വേരുകൾ അല്ലെങ്കിൽ ഇപ്പോ ഈ പീച്ചിങ്ങ മുതലായ അങ്ങനത്തെ ഒക്കെ ഭക്ഷണം ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ത്രെഡഡ് ആണ്, അഥവാ ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കും ഡോക്ടർമാർ പറയാറുണ്ട്. ആൻഡ് ഈ പിന്നെ വെജിറ്റബിൾസ് ഹെൽപ്പ് ടു റിഡ്യൂസ് സ്ട്രെസ്. അതുപോലെ ഈ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഒരാൾ വരെ ഭക്ഷണം ശ്രദ്ധിച്ചാൽ മതി, വായു വരെ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് രാവിലെ നീച്ച് കുറച്ച് എക്സസൈസുകളും പ്രാണായാമം യോഗകളൊക്കെ ചെയ്യുക. പിന്നെ നല്ല പിന്നെ പുഷ്ടിയും തുഷ്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതൊക്കെ വളരെ നല്ലതാണെന്നാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. നെക്സ്റ്റ് പാരാഗ്രാഫ്, ഗുഡ് കോൺസെൻട്രേഷൻ. അതുപോലെ നല്ല ശ്രദ്ധ. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് കോൺസെൻട്രേഷൻ അഥവാ ശ്രദ്ധ. ഈസ് ഇമ്പോർട്ടന്റ്, വളരെ പ്രാധാന്യമുള്ളതാണ് അല്ലെ. ടു ഇംപ്രൂവ് ദ മെമ്മറി, നമ്മുടെ ഓർമ്മയെ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താണ്, നല്ല ശ്രദ്ധ വേണം അല്ലേ. അപ്പോൾ ശ്രദ്ധവാൻ ലഭതേ ജ്ഞാനെന്ന് സംസ്കൃതത്തിൽ പറയും, ശ്രദ്ധിക്കുന്നവന് അറിവ് കിട്ടൂ എന്നുള്ളത്. അപ്പം ലേണിംഗ് ആൻഡ് മെമ്മറൈസിങ്, ലേണിംഗ് അറിയലും, അത് മെമ്മറൈസിങ് സ്മരിക്കലും. അറിഞ്ഞാൽ മാത്രം പോലെ നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് കിട്ടാനും വേണം. അപ്പൊ ശ്രവണം മനനം എന്നൊക്കെ പറയുന്നത്, ശ്രവിക്കണം, മനനം ചെയ്യണം, അതുപോലെ മെമ്മറൈസ് ചെയ്യണം. ആൻഡ് ബൈ അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ശ്രവണം മനനം. എന്താ ചെയ്യുക, നമുക്കത് മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്താണ് നമ്മൾ പഠിച്ചത്, എന്താണ് നമ്മൾ കേട്ടത്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. റീകാളിങ്, തിരിച്ചോർക്കണം. റീകാളിങ് തിരിച്ചോർക്കുക. വാട്ട് എന്തൊന്നാണോ വൺ ഹാസ് ലേൺ, ഒരാൾ പഠിച്ച കാര്യം ഈസ് ഹെൽപ്ഫുൾ, സഹായമാണെങ്കിൽ നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റണം. അങ്ങനെ റീകാൾ, തിരിച്ചോർക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ അതിനെയൊക്കെ നമുക്ക് നല്ല ശ്രദ്ധ വേണം, കോൺസെൻട്രേഷൻ. ഏത് കാര്യത്തിലും നമുക്ക് വാട്ട് വി വാണ്ട് മോസ്റ്റ് ഈസ് കോൺസെൻട്രേഷൻ. നമുക്ക് നല്ല ശ്രദ്ധ വേണം. ശ്രദ്ധയോടെ വാഹനം ഓടിക്കുമ്പോഴേ ആക്സിഡന്റ് ഇല്ലാതിരിക്കുള്ളൂ. ശ്രദ്ധയോടെ ഒരു കട്ടർ ബ്ലേഡ് ഉപയോഗിക്കുമ്പോഴേ ആശാരിപ്പണിക്കാരന് കയ്യിലേക്ക് ബ്ലേഡ് കൊള്ളാതിരിക്കുള്ളൂ. അതുപോലെ ശ്രദ്ധയോടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ശ്രദ്ധയോടെ പരീക്ഷ എഴുതാൻ പറ്റൂ എന്നുള്ള കാര്യം. പിന്നെ ഓർഗനൈസിങ് ആൻഡ് ഫ്രെയിമിങ് എ ലോജിക്കൽ റിലേഷൻഷിപ്പ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ലോജിക്കലായ ഒരു എന്താ പറയാ ഡിബേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ട് ഉള്ളൊരു ഓർഗനൈസിങ്, ഒരു ക്രമീകരണം, ആൻഡ് ഫ്രെയിമിങ്, ഒരു ചട്ടക്കൂടിൽ ഒതുക്കുക നമ്മുടെ ചിന്തകളെ. അത് തമ്മിലുള്ള ഈ ലോജിക് ഉണ്ടല്ലോ, ഒരു അത് വളരെയധികം മനഃശാസ്ത്രം, അത് റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബന്ധമാണ് ഈ ഓർഗനൈസിങ് ഫ്രെയിമിങ്ങും. സംഘടിതമാക്കുക, അത് ചട്ടക്കൂടിനുള്ളിൽ വരുത്തുക, ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ സ്മരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാസ്റ്ററി എന്ന് പറയുന്നത്, കേമത്തരം എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് വൺ ഓഫ് കണ്ടന്റ് ഓഫ് ദി സബ്ജക്റ്റ്. അതായത് ഒരു വിഷയത്തിന്റെ ഉള്ളടക്കത്തിലല്ല മാസ്റ്ററി ഉണ്ടാവുന്നത്, ബട്ട് എന്നാൽ ആൾസോ ദ പ്രോസസ് ഓഫ് ആൻസറിങ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു കാര്യത്തിൽ അറിവ് നേടിയതിനെ കൊണ്ട് കാര്യമില്ല, നമ്മൾ ചോദിക്കുന്നതിനെ വ്യക്തമായി ഉത്തരം നൽകുന്നതിലാണ് അതിന്റെ പ്രാധാന്യം. പരീക്ഷയ്ക്ക് എത്ര തന്നെ നമ്മൾ പഠിച്ചിട്ടും കാര്യമില്ല, വെള്ള പേപ്പർ പേന കൊണ്ട് എഴുതുമ്പോൾ ആൻസർ ചെയ്യാൻ കഴിവ് വേണം, അതാണ് ഏറ്റവും പ്രാധാന്യം എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പൊ ഈ കാര്യം നമുക്ക് പറയുന്ന ഉള്ളടക്കം എന്താണ്, കോൺസെൻട്രേഷൻ, ശ്രദ്ധ. അപ്പൊ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ചെയ്യണം. ശ്രദ്ധയോടെ ചെയ്താൽ നമുക്ക് പരിജ്ഞാനം നേടാൻ പറ്റും. നേടിയ പരിജ്ഞാനത്തെ തിരിച്ചെടുക്കാൻ കഴിയണം, അതിന് നമുക്ക് ആൻസർ ചെയ്യാനും കഴിയണം എന്നാണ് ഈ പാരയിൽ പറയുന്നത്. ഡു അണ്ടർസ്റ്റാൻഡ്? ആൻഡ് നെക്സ്റ്റ് പാര, അപ്പോ നമ്മള് ആങ്ഷൈറ്റി, ജിജ്ഞാസ അല്ലെ, ആൻഡ് ഫിയർ, ഭയം, ഹാമ്പർ തടസ്സപ്പെടുത്തും. ജിജ്ഞാസയും ഭയവും ഹാമ്പർ ചെയ്യുന്നു, എന്താ തടസ്സപ്പെടുത്തും റീകാൾ, തിരിച്ചോർക്കുന്നതിൽ. മൈ ഡിയർ സ്റ്റുഡൻസ്, യു ഷുഡ് നോട്ട് ബി ഫിയർഡ്. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടുന്നവരായിരിക്കരുത്.
അല്ലേ? ആൻഡ് റിസൾട്ടൻ ഇൻ മെന്റൽ ബ്ലോക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബയോളജിക്കൽ ബ്ലോക്കിന്റെ മാതിരി തന്നെ മെന്റൽ ബ്ലോക്ക് വരും. എന്താ ഈ ബയോളജിക്കൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ എൻജിയോഗ്രാമും എൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ചെയ്തിട്ട് രക്തക്കുഴൽ അടഞ്ഞു പോകുന്ന ആ ബ്ലോക്ക്, അത് നമുക്ക് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് മാറ്റാൻ പറ്റും. അതുപോലെയുള്ള ഒരു ബ്ലോക്കാണ് മെന്റൽ ബ്ലോക്ക്. എന്താ മെന്റൽ ബ്ലോക്ക് എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചു പോയിട്ട് നമുക്ക് പറയേണ്ടി വരുമ്പോൾ പറയാൻ കിട്ടാതെ വരിക, ആലോചിച്ച് വരുമ്പോൾ ആലോചിക്കാൻ കിട്ടാതെ വരിക, ഇതിനാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഡ്യൂറിങ് എക്സാമിനേഷൻ, പ്രത്യേകം പരീക്ഷ നടക്കുമ്പോൾ അതിന് മെന്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. മനസ്സുകൊണ്ടുള്ള ബ്ലോക്ക്, ബുദ്ധിയിൽ നിന്ന് വേണ്ടത് എടുക്കാനും അത് നമുക്ക് പ്രാവർത്തിയാക്കാനുമുള്ള കഴിവുകേടിനെയാണ് മെന്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. പരീക്ഷയിൽ ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതൊക്കെ കുറെ കോൺസെൻട്രേഷന്റെ കുറവ് കൊണ്ടാണ്. അപ്പോ പിന്നെന്താ പറയുന്നത്, വാച്ചിങ് ടെലിവിഷൻ കണ്ടുപിടിക്കുക, ബുക്കിൽ നോക്കിക്കോട്ടെ. വാച്ചിങ് ടെലിവിഷൻ ഫോർ എ ലോങ് ടൈം, ചില കുട്ടികൾക്കാണ് കുറെ നേരം ടി വി കാണുക, അല്ലേ? ഒരു ലോവർ അക്കാഡമിക് പെർഫോമൻസ്, അത് നിങ്ങളെ അക്കാഡമിക് പെർഫോമൻസിനെ കുറച്ചു എന്ന് വരും. നിങ്ങൾക്ക് അക്കാഡമിക് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധ വരാതെ വരും. ടി വി ഒക്കെ ക്രമാതീതമായി കണ്ടുകൊണ്ടിരിക്കാൻ, ഒരു വിനോദത്തിന് 10-15 മിനിറ്റോ കാണുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് മണിക്കൂറുകളോളം ടി വി കണ്ടാൽ അത് നിങ്ങളുടെ അക്കാഡമിയെ ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസിനെ ബാധിക്കപ്പെടും, അല്ലേ? ഇറ്റ് സ്റ്റീൽസ്, അത് കട്ടെടുക്കും എവേ ദ റീഡിംഗ് ടൈം, അല്ലേ? ഈ വാച്ചിങ് ടി വി എന്നുള്ളത് വായനാ സമയത്തെ കട്ടെടുക്കുന്ന പറയാം. സ്റ്റീൽ എന്ന കട്ടെടുക്കുക, അപ്പോൾ നമുക്ക് വായിക്കാൻ സമയം കിട്ടാതെ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും വേണ്ട ടൈം മാനേജ്മെന്റ് ആണ്. നമ്മുടെ പരിമിതമായ സമയത്തെ നിയന്ത്രിക്കാൻ കഴിയും. ടൈം മാനേജ്മെന്റ് ഈസ് അബൌട്ട് സെൽഫ് ഡിസിപ്ലിൻ. അവരവരോട് നടത്തേണ്ട അച്ചടക്കത്തെയാണ് ടൈം മാനേജ്മെന്റ് പറയുന്നത്. ഞാൻ ഇത്ര മണിക്ക് എണീക്കുന്നു, എത്ര മണിക്ക് എണീക്കണം, ഞാൻ ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കും, ആ സമയത്ത് കഴിക്കണം, ഇത്ര മണിക്ക് ഞാൻ വിൽ ഗോ ടു ബെഡ്, എർലി ഗെറ്റ് അപ്പ് എർലി ഗോ ടു ബെഡ് എന്നൊക്കെ നമ്മൾ പറയും. നേരത്തെ നീച്ച് നേരത്തെ ബെഡ്. അപ്പോൾ കൃത്യമായ ഒരു ഡേയ്സ് റൂട്ടീൻ, ദിനചര്യം കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മളോട് കാണിക്കുന്ന ഒരു അച്ചടക്കമാണ്. ചിലരൊക്കെ പറയും 10 മണിക്ക് ഞാൻ വരൂ ട്ടോ എന്ന് പറഞ്ഞ് എന്നിട്ട് വരിക 12 മണിയായിരിക്കും. എന്നാൽ വേറെ ചില ഷാർപ്പ് ഓൺ ടൈമിലെത്തും. അത് കൃത്യനിഷ്ഠ പാലിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അച്ചടക്കമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരാളോട് ഞാൻ 10 മണിക്ക് വരും, 10 മണിക്ക് തന്നെ നിങ്ങൾ എത്തണം. പരീക്ഷ 10 മണിക്കാണ്, 10 മണിക്കാണ് എഴുതും. പരീക്ഷ തുടങ്ങി 2 മണിക്കൂർ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങി, ചില ക്ലാസ്സിലൊക്കെ വരുന്നത് അങ്ങനെയാണ്, കുറെ ലേറ്റ് ആയിട്ട് വൈകിട്ടൊക്കെ വരും. അത് ഷുഡ് നോട്ട് ബി ഡൺ. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ ടൈം മാനേജ്മെന്റ് നമുക്ക് ആവശ്യമാണ്. ഇതിപ്പോ നമുക്ക് സ്ട്രെസ്, മാനസിക സംഘർഷം വന്നു ചേരാനുള്ള ചില ഒരുപാട് ഘടകങ്ങളെ കുറിച്ചാണ് ഈ പാസേജിൽ പറയുന്നത്. അപ്പോൾ ടൈം മസ്റ്റ് ബി മാനേജ്ഡ്. സമയം നമ്മൾ ക്രമീകരിച്ചേ പറ്റൂ. ബിറ്റ്വീൻ ഫിൽഡ് ആൻഡ് അൺഫിൽഡ് ടൈം. അതായത് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കുറെ ടൈം ഉണ്ട്. എന്താണ് ഫിൽ ടൈം? എന്താണ്? നമുക്ക് നിത്യവും വേണ്ടുന്ന സമയം. ഭക്ഷണം കഴിക്കാൻ സമയം വേണം. കുളിക്കാൻ സമയം വേണ്ടേ കുളിക്കുന്നവർക്ക്, പല്ലേക്കുന്നവർക്ക് പല്ലേക്കാൻ സമയം വേണ്ടേ? ഇതിനൊക്കെയാണ് ഫിൽഡ് ടൈം എന്ന് പറയുന്നത്. ആവശ്യമായി നമുക്ക് വേണ്ട സമയം. പിന്നെ അൺഫിൽഡ് ടൈം ബാക്കി വേണം. നമുക്ക് 24 മണിക്കൂറിന്റെ 24നെ 8, 8, 8, 3 8 കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 8 മണിക്കൂർ ഉറങ്ങാൻ എടുത്തുള്ളൂ. ബാക്കി 16 മണിക്കൂറുണ്ട്. ആ 16 മണിക്കൂർ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള, എന്നിട്ട് സമയമില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കൊന്നും സമയം ഉണ്ടാവില്ലല്ലോ. പ്രധാനമന്ത്രിക്ക് 3 മണിക്കൂർ ഉറങ്ങുള്ളൂ എന്നാണ്. അപ്പൊ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അപ്പൊ നമുക്ക് ടൈം മാനേജ്മെന്റ് മസ്റ്റ് ആണ്. പരിമിതമായ സമയത്തെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം. അല്ലാതെ നോ ടൈം എന്ന് പറയുന്നത് അല്ല. അപ്പൊ വായിക്കാൻ സമയം കണ്ടെത്തണം. പിന്നെ ഫിൽഡ് ടൈം ഈസ് ദ ടൈം. അപ്പൊ വാട്ട് ഈസ് ഫിൽഡ് ടൈം എന്ന് ചോദിക്കും. എന്താ ഈ ഫിൽഡ് ടൈം? നമ്മൾ നിറച്ചു വെച്ച സമയം. ഈസ് ദ ടൈം സ്പെൻഡ് സ്ലീപ്പിംഗ്, ഉറങ്ങാനുള്ള സമയം ചെലവഴിക്കുന്നത്. ബാത്തിങ്, കുളിക്കാനുള്ള സമയം. ഈറ്റിംഗ്, തിന്നാൻ. ഒന്നും സമയം കിട്ടിയില്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു, സമയം കിട്ടിയില്ല, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, ആരെങ്കിലും പറയുന്നുണ്ടോ? അതില്ല, അല്ലെ? ഡ്രസ് ചെയ്യാൻ, അയ്യോ ഒന്ന് ഞാൻ മറന്നു, ഞാൻ ഡ്രസ്സ് ഇടാൻ. എന്താ ഡ്രസ്സ് ഇടാൻ? അല്ല, ഞാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഡ്രസ്സ് ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങൾ? ഇല്ല. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് സമയം കാണാൻ പറ്റുന്നുണ്ട്, എന്നാൽ പഠിക്കാൻ സമയം കാണാൻ പറ്റുന്നില്ല. ഡ്രസ്സിങ് ആൻഡ് അറ്റൻഡിങ് സ്കൂളിൽ പോകാതിരിക്കാനും ഒക്കെ ചിലർക്ക് സമയം കിട്ടിയില്ല എന്ന് വരും, അല്ലേ? ഇപ്പൊ സ്കൂളിൽ പോകാനൊക്കെയുള്ള സമയം ഫീൽഡ് ടൈമാണ്. പിന്നെ സ്റ്റുഡന്റ്, ഒരു വിദ്യാർത്ഥി ഹാസ് 10 hours ഓഫ് അൺഫീൽഡ് ടൈം. ഒരു വിദ്യാർത്ഥിക്ക് 10 മണിക്കൂർ അൺഫീൽഡ് സമയം എന്താണ്? ഞാൻ നേരത്തെ 16 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. പക്ഷെ നീ ബാക്കിയും കുറെ വെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ 10 മണിക്കൂർ എന്തായാലും അൺഫീൽഡ് ടൈം ഉണ്ട്. ആ അൺഫീൽഡ് ടൈം നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ? ഹൗ ബെസ്റ്റ് ഈസ് ദ സ്റ്റുഡന്റ് ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ്? എത്രമാത്രം ബെസ്റ്റ് ആയിരിക്കും ഒരു വിദ്യാർത്ഥി ഇത് യൂട്ടിലൈസ് ചെയ്താലെന്ന്, ഉപയോഗപ്പെടുത്തിയാൽ? ഈ 10 മണിക്കൂറെങ്കിലും ജീവിതത്തിൽ ഞാൻ കുട്ടികളോട് പറയും, കുട്ടികളെ എടുത്ത ഇംഗ്ലീഷ് പാഠം എടുത്തുകൊണ്ടിരിക്കുന്നത് 10 മിനിറ്റ് നിങ്ങൾ വായിക്കുമോ? എവിടെ വായിക്കും? എന്നിട്ട് പറയും ടഫാണെന്നല്ലേ. അപ്പോ നമുക്കൊരു 10 മിനിറ്റ്, ദിവസം ഒരു അരമണിക്കൂറൊക്കെ വായിക്കുന്നവർക്ക് +2 പാസ്സാണെന്ന് ഒരു പടിയില്ല, അതല്ലേ? അതുകൊണ്ട് മേക്ക് എ ടൈം ടേബിൾ. നിങ്ങൾ ചെയ്യേണ്ട സമയം ഏത്, ചെയ്യേണ്ടാത്ത സമയം ഏത്, ഇമ്പോർട്ടൻറ്റ് സമയം ഏത്, അൺഇമ്പോർട്ടൻറ്റ് സമയം എന്നുള്ള ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കുക, അല്ലേ? 10 hours. ആ 10 മണിക്കൂറിന് നിങ്ങൾ സമയത്തിന് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയ ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ പരീക്ഷ വെരി 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 ഈസി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് പാര.
ഓഫ് ദിസ് പാസേജ്. നോക്കും, 7 to 8 hours ഓഫ് സ്ലീപ്പ് ഈസ് നെസറി. നമുക്കറിയാം 7 തൊട്ട് 8 മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ ആവശ്യമാണ്. ഓപ്റ്റിമൽ ഫിസിക്കൽ റെസ്റ്റ്, നമുക്ക് ഒരു ഓപ്റ്റിമൽ ആയ ശാരീരിക റെസ്റ്റ് കിട്ടാൻ നമുക്കൊരു 8 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ആൻഡ് ബ്രെയിൻ ഫങ്ഷൻ, നമ്മുടെ തലച്ചോറ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനും വേണ്ട രീതിയിൽ കൈയും കാലും അനക്കാനും ഒക്കെ നമുക്ക് 8 മണിക്കൂർ ഉറങ്ങാതെ ആരും മെനക്കെട്ട് കാര്യമില്ല കേട്ടോ. ഉറങ്ങാതെ നമുക്ക് ഒരു പണി എടുക്കാൻ പറ്റില്ല, പഠിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശരീരം പ്രവർത്തിച്ചാലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ചില കുട്ടികളെ കണ്ട് ഉറക്കൊഴിച്ച് പഠിക്കും, പരീക്ഷാ ഹാളിൽ ചെന്നിട്ട് ആകെ ബോധം കിട്ടുള്ളൂ. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് കാണി പിരിമുറുക്കം ഉണ്ടാവില്ല, പരീക്ഷ സുഖമായിട്ട് പോയി എഴുതുകയും ചെയ്യുക. മനസ്സിലായല്ലോ? പിന്നെ ടേക്ക് എക്സാം ആസ് എ ഫെസ്റ്റിവൽ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നു, പരീക്ഷയെ ഒരു ഉത്സവമായിട്ട് എടുത്താൽ നിങ്ങൾക്ക് നത്തിങ് ടു വറി, നത്തിങ് ടു സ്ട്രെസ് ചെയ്യാനൊന്നുമില്ല. എ പോസിറ്റീവ് തോട്ട് ഈസ് നീഡ് ഫോർ എ പോസിറ്റീവ് റിസൾട്ട് എന്നാണ്. പോസിറ്റീവായ ചിന്തയാണ് പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കുക. നെഗറ്റീവ് ചിന്തയാണ് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുക. എന്താ നെഗറ്റീവ് ചിന്ത പറഞ്ഞാൽ, ചില ആൾക്കാർ അങ്ങനെ, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പഠിക്കില്ല, ഞാൻ പഠിച്ചെത്തില്ല, ഞാൻ ഓടിയെത്തില്ല, ഞാൻ ചാടിയെത്തില്ല, ഞാൻ പണിയെടുത്ത ശരിയാവില്ല, ഇങ്ങനെ പറയുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത് നിഷേധക ചിന്ത. നിഷേധക ചിന്തയേക്കാൾ നമുക്ക് ഏറ്റവും വേണ്ടത് അനുകൂല ചിന്തയാണ്, പോസിറ്റീവ് ചിന്തയാണ്. എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഹിമാലയം കയറും, ഞാൻ ചന്ദ്രനിലെത്തും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കൂ, നിങ്ങൾ അവിടെ എത്തിയിരിക്കും. അപ്പൊ ബി പോസിറ്റീവ് മൈൻഡഡ് ആയിരിക്കണം എപ്പോഴും. ഡോണ്ട് ബി നെഗറ്റീവ് മൈൻഡഡ് കേട്ടോ, അത് ഏറ്റവും ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് പോസിറ്റീവ് തോട്ട് ഈസ് ദ സീഡ് എന്നാ പറഞ്ഞത്, വിത്താണ് പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ. നല്ല റിസൾട്ട് കിട്ടണോ, എന്ത് ചെയ്യണം? നല്ല ചിന്തകൾ വെച്ച് പുലർത്തുക. നല്ല ചിന്തകളാണ് ഈ പറഞ്ഞതെല്ലാം. എന്താ നല്ല ചിന്തകൾ? നന്നായി ഭക്ഷണം കഴിക്കുക, നന്നായി പഠിക്കുക, നല്ലപോലെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത്. ദെൻ ആൾവേസ് ഫീൽ പോസിറ്റീവ്. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, നെഗറ്റീവ് ആവരുത് ഒരിക്കലും, നിഷേധാത്മകമാവരുത്. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നിങ്ങൾ എപ്പോഴും യെസ് ഗേളോ യെസ് ബോയ്സ് ആയിരിക്കണം. എന്ത് പറഞ്ഞാലും യെസ് യെസ് എന്നേ പറയും, നോ 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 എന്ന് കഴിയുന്നതും പറയരുത്. കാരണം ചില കുട്ടികളുണ്ട്, എന്ത് ചോദിച്ചാലും എന്നെ കൊണ്ട് പറ്റില്ല, ഇയാളെ പോകും, പറ്റില്ല, നീ പഠിക്കോ, പറ്റില്ല, ഇങ്ങനെ പറഞ്ഞത് നെഗറ്റീവ് എന്നുള്ളതാണ്. അപ്പം ആൾവേസ് ഫീൽ പോസിറ്റീവ്, ദിസ് വിൽ ഹെൽപ്പ്. ഇത് സഹായിക്കും ലെസൺസ്, നിങ്ങളെ സ്ട്രെസ് കുറയ്ക്കാൻ, ലെസൺ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അല്ലാണ്ട് സ്ട്രെസ്, മാനസിക പിരിമുറുക്കം, BP കുറയ്ക്കാൻ, അല്ലെങ്കിൽ അതിന് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ മെഡിസിൻ, അതിനെ സ്ഥായിയായ മരുന്നൊന്നുമില്ല. കീപ് യുവർ മൈൻഡ് കാം ക്വയറ്റ്, നിങ്ങളുടെ മനസ്സിനെ കാം ക്വയറ്റ് ആയി നിർത്തുക എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് ലൈൻ ഓഫ് ദിസ് പാസേജ് എന്താണ്? ഇഫ് എ സ്റ്റുഡൻറ് ഹാസ് സിംറ്റം ഓഫ് ആങ്സൈറ്റി, ഇനി ഒരു വിദ്യാർത്ഥിക്ക് ജിജ്ഞാസയുടെ സിംറ്റം, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, സിംറ്റം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ഓർ ഡിപ്രഷൻ, അല്ലെങ്കിൽ ഡിപ്രഷന്റെ അധപതനത്തിന്റെ മാനസിക ലക്ഷണം ഉണ്ടെങ്കിൽ, സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് മാറ്റില്ലെങ്കിൽ അപ്പോൾ പോയി ഡോക്ടറെ പോയി കാണുക, മെഡിക്കൽ ഹെൽപ്പ് നേടുക ഒക്കെയാണ് ചെയ്യേണ്ടത്, മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ. അപ്പൊ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പൊ ഈ പാസേജിൽ ഇത് 2 പാർട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഇത് 2ാം പാർട്ടാണ്. 1ാം പാർട്ട് കേൾക്കാത്തവര് നമ്മുടെ യൂട്യൂബ് ലിങ്കിൽ നിന്ന് അതെടുത്ത് കേട്ടതിന് ശേഷം ഈ ലിങ്കിൽ കേൾക്കുക. അപ്പോ നിങ്ങൾക്ക് ഈ സ്ട്രെസ് അഥവാ ഈ പാസേജ് കണ്ടെയ്ൻ ചെയ്യുന്ന മാനസിക സംഘർഷത്തെ എങ്ങനെ ഒഴിവാക്കാം, വാട്ട് ഈസ് സ്ട്രെസ്, എന്താണ് സ്ട്രെസ് എന്നും അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാസേജിൽ വായിച്ച് നമ്മൾ കണ്ടന്റ് കിട്ടിയില്ലേ. ഇനി ആ കണ്ടന്റ് ബേസ് ചെയ്ത ചോദ്യങ്ങൾ അതിൻ്റെ അടിയിലുണ്ട്, നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ വൺസ് അഗെയിൻ ഐ ആസ്ക് യു, ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു, യു വാച്ച് PVN ഗ്ലോബൽ, ആൾവേസ് PVN ഗ്ലോബൽ വാച്ച് ചെയ്യുക. ഒരുപാട് ഉപകാരപ്രദമായിരിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് NISന്റെ മാത്രമുള്ള നമുക്ക് PVN ഗ്ലോബലിന് ലഭ്യമാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അത് കഴിയുന്നതും നിങ്ങൾ ലൈക്ക് ബട്ടണൊക്കെ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ടുഡേ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് മൈ ക്ലാസ്. ഗുഡ് ബൈ.